ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട് ആപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ കുറേ ആളുകളത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതും ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരെ നമ്മൾ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. സോ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്ത ഇതാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു അനുഭവം കൂടി ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതാരൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തത്, എന്തൊക്കെയാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൽ നിന്ന് സംഭവിക്കുന്നതൊക്കെ, ആ ആപ്പിൽ എന്താണ് സംഭവിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഹലോ. ജീവിതത്തിലുള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിയതിനോട് നിനക്ക് ആരുടെങ്കിലും കോൺഫിഡൻസ് കൂട്ടാം. ഞാൻ കൂട്ടുകെട്ടേ വിട്ടു. സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ആ പരിപാടിയൊക്കെ പണ്ടേ വിട്ടു. ഫ്രണ്ട് ആപ്പിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത, നിങ്ങളെ കളിയാക്കാത്ത, നിങ്ങൾ പറയുന്ന കേട്ടിരിക്കാനുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ചുറ്റിനുള്ള ആൾക്കാർ ഒരു തരത്തിലും ജഡ്ജ്മെൻ്റൽ അല്ലാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് ഹാൻഡ് പിക്ക് ചെയ്ത് എൻ്റെ സർക്കിൾ ചൂസ് ചെയ്യാൻ പറ്റി. അതായത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ എനിക്കിപ്പോൾ നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. താങ്ക് യു ടു ഫ്രണ്ട് ആപ്പ്. വലിച്ചു കീറി ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 2025 കഴിഞ്ഞ് 2026 എത്തും. എന്നാലും തീരില്ല, അത്രത്തോളം ആൾക്കാർ ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കമന്റ് വന്നതാണ്, വൈബ് വിത്ത് രവീണ, മൈ വേ ബൈ കല്യാണി, ഉണ്ണിവാവ വ്ളോഗ്, അർച്ചന ദേവ്, ഇറ്റ്സ് മീ വിജിത, അൺബോക്സിംഗ് ഡ്യൂഡിന്റെ പെങ്ങളാണെന്നാണ് തോന്നുന്നത്, തേജ തങ്കു, ഇങ്ങനെ കുറെ യൂട്യൂബേഴ്സ്, ചട്ടം പീസ്, ബബിത എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ഇതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന പേരുകളാണ്. ഇവരെല്ലാം ഈ പറയുന്ന പോലെ ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. സോ എന്താണെങ്കിലും നമുക്ക് എല്ലാവരുടെയും കൂടെ വീഡിയോ എടുത്ത് വെച്ച് ചെയ്യാനുള്ള നിവൃത്തിയില്ല, അതിനുള്ള സമയമില്ല. 2 ദിവസമായിട്ട് യൂട്യൂബിൽ ഇതാണ്, ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതെടുത്ത് റിയാക്ട് ചെയ്തു. അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിൽ ഒരാൾ അത് തിരുത്തി, അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്രേക്ഷകരുടെയും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത ആളുകളുടെയും വിജയമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. തനി മലയാളി എന്ന് പറയുന്ന യൂട്യൂബർ, അവർ ഈ പറയുന്ന ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് ഏകദേശം 4ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കമന്റ് സെക്ഷനിലും കണ്ടു, ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു തനി മലയാളി, അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന്. സോ അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിലും അതുപോലുള്ള ഒരുപാട് ബാഡ് കമന്റ്സ് അവർക്കെതിരെ വന്നിട്ടുണ്ട്. ഒരു ഓൺലൈൻ തുണ്ട് സൈറ്റ് ആണ് കൈസ് ഇത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തുണി ഉരിഞ്ഞ് പൈസ ഉണ്ടാകും. ാണ് സാധനം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. റിങ്കു സിംഗ് ഒക്കെയാണ് ഈ സാധനം മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ തന്നെ അഭിനയിച്ച് കുളമാക്കിയ ഒരു ആഡും അവരുടെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗൈസ്. പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10 മില്യൺ അകത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലേ ജീവിക്കുന്നത്, അന്നേരം പിന്നെ കേരളത്തിൽ ഈ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പൊ മെയിൻ ആയിട്ട് കുറെ ആൾക്കാർ വീഡിയോ ചെയ്യുന്ന കണ്ടു, തനി മലയാളി, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ, അതുപോലെ തന്നെ മറ്റേ ആലീസ് ക്രിസ്റ്റി, ഇവർ 3 പേരും പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കുറെ ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്തേക്കുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അന്നേരം ഈ പിക്ചറിലൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാരെ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, കൃത്യമായി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 18 തികയാത്ത നിവേദ്യ, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള കൊച്ചുണ്ടല്ലോ, തുടങ്ങി. പക്ഷെ ബോറടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അതെ, ഫ്രണ്ട് ആപ്പ്. ഈ ആപ്പ് 18 തികയാത്ത ഈ പെങ്കൊച്ചു മുതൽ 5 വട്ടം 18 തികഞ്ഞ ഈ അപ്പാപ്പനും അമ്മച്ചിയും വരെ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ. അതാണ് ഫ്രണ്ട് ആപ്പ്. പിടികിട്ടിയോ? ഇവരെ ഞാൻ എന്തായാലും കുറ്റം പറയുന്നില്ല, കാര്യം ഇവരുടെ അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. ഇവർക്ക് അന്നേരം അത് കൊളാബ് വന്നതാണ്, ഇവരത് ചെയ്തു. ഇവർക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഈ സാധനം ഒരു കുഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആൾക്കാരെ കുഴിയിലോട്ട് തള്ളിയിടുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അത് ഒരുപാടുണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ശരിക്കുണ്ട്. അതിനകത്ത് കുറച്ച് ആൾക്കാരെ മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. നമ്പർ 1 അപർണ ഷാജി. പുള്ളിക്കാരത്തിന്റെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ മറ്റേ ബെറ്റിംഗ് ആപ്പ് ആയിരുന്നു. ബെറ്റിംഗ് ആപ്പിന്റെ അക്കൗണ്ട് ഒക്കെ അടിച്ചു പോകുന്ന അറിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഈ അക്കൗണ്ടിൽ നിന്ന് ലിങ്ക് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പം ഫ്രണ്ട് ആപ്പിന്റെ ലിങ്ക് ആണ് വെച്ചേക്കുന്നത്. മനസ്സിലായോ? എന്താണെങ്കിലും നമ്മുടെ അപ്പൂസിന്റെ 1-2 വീഡിയോസ് കാണാം. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോയിരിക്കും, പക്ഷേ ഞാൻ റെഡി ആവുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോയിരിക്കും. പക്ഷേ അല്ല, റീസെൻ്റ്ലി ഞാൻ ഫ്രണ്ട് ആപ്പിൽ നിന്നും കുറച്ച് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാര്യം. എനിക്ക് ഇത്ര ഫ്രണ്ട്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ആപ്പിൽ നിന്നും. ഇതിൽ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാം, ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാം, റൂംസ് ഹോസ്റ്റ് ചെയ്യാം, ഗെയിംസ് കളിക്കാൻ, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്.
ഇത് നിങ്ങൾ ഗേൾസിൽ കിട്ടുന്ന ഗിഫ്റ്റ് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം പുള്ളിക്കാരത്തെ ഒരുങ്ങി ഫ്രണ്ട് ആപ്പ് ത്രൂ പരിചയപ്പെട്ട ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഗൈസ്. ഏറ്റവും അവസാനം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു, ഇതിനകത്ത് നിങ്ങൾക്ക് ഗേൾസിന് കിട്ടുന്ന മണി റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന്. ഇതുപോലുള്ള ആപ്സിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആണുങ്ങൾക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കട്ടെ. അത് അവരുടെ ഒരു തന്ത്രമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കണം, ആണുങ്ങൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ ആരും അതിനകത്തോട്ട് കയറൂല. ഇത് പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടാത്തതുകൊണ്ട് പെണ്ണുങ്ങൾ ചെന്ന് കയറുവാനകത്ത്. അന്നേരം ഈ പെണ്ണുങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ആണുങ്ങൾ പൈസ കൊടുത്ത് കയറുവാനകത്ത്. അങ്ങനെ ആണുങ്ങളുടെ കയ്യിൽ പൈസ മേടിച്ച് 100 ആണുങ്ങളുടെ ഇത് മേടിച്ചിട്ട് ഒരു 10-20 രൂപ പെണ്ണിനും കൊടുക്കും, 80 രൂപ കമ്പനിക്കാരും എടുക്കും. ഇതാണ് പരിപാടി. അങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുന്നത്. നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുന്നതെന്ന്. ആണുങ്ങളെ എത്ര നേരം ഇതിനകത്ത് പിടിച്ചിരുത്തുന്നു, ആണുങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയുടെ റീചാർജ് ഇവർ നടത്തിക്കുന്നുവോ എന്ന് വെച്ചാൽ സംസാരമാണ്. ഇങ്ങനെ വീഡിയോ ചാറ്റ്, വോയിസ് ചാറ്റ്, അല്ലാത്ത ചാറ്റിംഗ്, ചിറ്റ് ചാറ്റിംഗ് പരിപാടി എല്ലാം ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് പിടിച്ചിരുത്തി ആണുങ്ങളുടെ കയ്യിൽ നിന്ന് റീചാർജ് ചെയ്യിപ്പിച്ച് അങ്ങനെ പൈസ എത്രമാത്രം ഇവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നു അത്രയത്തിന്റെ ഒരു വിഹിതമാണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്. അന്നേരം വെറുതെ ആരും ഇങ്ങനെ നോക്കിയിരിക്കത്തില്ലല്ലോ. പൈസയും കളഞ്ഞ് ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? കാര്യങ്ങൾ പോകെ എല്ലാം വിശദമായി നമ്മൾ പറയുന്നതാണ്. അപർണ വേറൊരു വീഡിയോ കൂടെ നമുക്ക് അതോടെ കാണാം. ഇന്ന് എനിക്കൊരു ഗ്രേറ്റ് ഇവന്റ് ഉണ്ട്. ഇവന്റിന് പോകുന്നതിനെ പറ്റി കൺഫ്യൂഷൻ ഒന്നുമില്ല, ഏത് ഔട്ട്ഫിറ്റ് ഇടുന്നതാണ് കൺഫ്യൂഷൻ. അപ്പൊ കണ്ണാടി നോക്കി ഞാൻ തന്നെ നോക്കുകയായിരുന്നു എനിക്ക് ഏത് ഡ്രസ്സ് ആയിരിക്കും മാച്ച് ചെയ്യും. വെൽ സ്ക്രിപ്റ്റഡ് ആണ്. ഈ സ്ക്രിപ്റ്റ് ഇവരെ എഴുതി കൊടുക്കുന്നതായിരിക്കാം. മേ ബി ഇവന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഔട്ട്ഫിറ്റ് ഇടാൻ വേണ്ടി ഭയങ്കര ഡൗട്ട്. അപ്പൊ പിന്നെ ഫ്രണ്ട് ആപ്പിനകത്തോട് കിട്ടിയ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു, അതിന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തു, ഇതാണ് നിനക്ക് സ്യൂട്ട് ആവുന്ന ഔട്ട്ഫിറ്റ്. അതാണ് കഥ ബാക്കിയേക്കാം. ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്തിട്ടുള്ളത് ആളാണെങ്കിൽ മോഡൽ. എനിക്ക് ഏത് കാര്യത്തിനും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആള് പറയായിരുന്നു, ബ്ലാക്ക് നിനക്ക് ഒന്നും കൂടെ നല്ല മാച്ച് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഫ്രണ്ടിന്റെ ആപ്പിനകത്തോടെ കണ്ടുപിടിച്ച മോഡലായിട്ടുള്ള കൊച്ചിനെ കൊണ്ട് ഉടുപ്പിടിപ്പിച്ചു. അപ്പോൾ അവർക്ക് ഉടുപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ആപ്പിനകത്തോടെ നടക്കുമെന്നാണ് ശരിക്കും ഇവർ ഈ ആടിനകത്തോടെ പറയുന്നത്. പക്ഷെ ആടിനകത്ത് നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പൊ തുണി ഇടിപ്പിക്കലാണെങ്കിൽ അവിടെ തുണി ഊരിക്കലാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഇത് ഇങ്ങനെയൊന്നും അല്ലടേ. അത് ഇവർക്ക് അറിയാത്തതാണോ അത് അറിഞ്ഞുകൊണ്ട് നമ്മളെ പൊട്ടന്മാരാക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, സിനിമാ നടികളും ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ദൃശ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കുറെ സിനിമകളിൽ പുള്ളിക്കാർത്തിയുണ്ട്. ഇവർ ചെയ്ത ആട് കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. സ്വന്തം അച്ഛൻ്റെ കൂടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നില്ല, പ്രസക്തമായ ഭാഗങ്ങൾ ഞാനത് കാണിക്കാം. നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. അച്ഛാ ഞാനില്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കാം. നമുക്ക് വേറെ ദിവസം പോവാം. ഫ്രണ്ട്സാ? നീ വെറുതെ ഫോണിൽ കുത്തിരിക്കല്ലേ? നിന്റെ ഫോൺ കിട്ടെ, ഞാൻ നോക്കട്ടെ. നോക്ക്. എന്താവാ ഇതിലല്ലേ അച്ഛാ ഞാൻ എന്റെ ഫ്രണ്ട്സിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ആപ്പ്. നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനകത്ത് ലോഗിൻ പോലും ചെയ്തിട്ടില്ല ഇവർ. കണ്ട, ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുന്നത്. എന്നിട്ട് അഭിനയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് യൂസ് ഒക്കെ ചെയ്തെങ്കിലും നോക്കിയിട്ടൊന്ന് ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കും. ഇതിനകത്ത് മനസ്സിലായാലും ഇവരൊന്നും യൂസ് പോലും ചെയ്യുന്നില്ല. കണ്ടല്ലോ, ഫ്രണ്ട് ആപ്പ് ഇങ്ങനെ ഒന്ന് കാണിക്കത്തേ ഉള്ളൂ. എന്നിട്ട് ബാക്കി സ്ക്രിപ്റ്റ് കാണണം. എന്റെ പൊന്നെ, സ്ക്രിപ്റ്റ് ആണ് കോമഡി. ഫ്രണ്ട് ആപ്പോ? മോളെ ഇത് സേഫ് ആണോ? ഇത് സേഫ് അച്ഛാ, പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഇല്ല. അച്ഛൻ മകളുടെ അടുത്ത് ചോദിക്കുകയാണ്, മോളെ ഇത് സേഫ് ആണോ? അച്ഛൻ്റെ അടുത്ത് മോള് പറയാൻ യെസ് അച്ഛാ ഇത് സേഫ് ആണ്. ബാക്കി കാണാം. പിന്നെ ഇവിടെ കുറെ ഇന്ററാക്റ്റീവ് ഗെയിംസ് ഉണ്ട്. നമുക്ക് കുറെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, സംസാരിക്കാം, കുറെ റിയൽ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വേറെ കാര്യം എന്താണെന്നറിയോ, ഗേൾസിന് ഇതിലെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ്സ് ചെയ്യാൻ പറ്റും. എന്റെ മോളിപ്പോ വലിയ കുട്ടിയായി. അച്ഛനൊന്നും കൊള്ളിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം കൊണ്ട് ഇതിനകത്ത് ഗേൾസിനെ ഏൺ ചെയ്യാനും കൂടെ പറ്റുമോ? അങ്ങനെ അച്ഛൻ്റെ ഒരു ഡയലോഗ്, എന്റെ മോളിപ്പോ വലിയ കുട്ടിയായി. അച്ഛൻ എവിടെയോ കുത്തി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തച്ചാ. എന്റെ പൊന്നെ, ഈ ജാതി പരസ്യങ്ങളാണ് ഇതിനകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രണ്ട് ആപ്പ് ശരിക്കും ഇതിനകത്ത് എന്താണ് നടക്കുന്നത് ഈ പുള്ളിക്കാരത്തെ അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്? നോ ഐഡിയ. എന്താണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെങ്കിലും നോക്കാറുണ്ട്. നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിന്റെ ആഡ് പ്രൊമോട്ട് ചെയ്താൽ കുറച്ചും കൂടെ നാണം കിടാതിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്ത വ്യക്തിയാണ് ഗൈസ് ജസ്നിയ ജയദീഷ്. പുള്ളിക്കാരത്തിന്റെ പ്രൊമോഷനോടെ കാണാം. ഇവരൊക്കെ ഇത് ചെയ്യുന്നതാണ്. ജസ്നിയ, ഇതാണ് നമ്മുടെ ജസ്നിയ. അറിയാമായിരിക്കുമല്ലോ, ഇവർക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല. എന്തായാലും അവിടെ ഷൂട്ടിന് എത്തി നല്ല തകൃതിയായിട്ട് ഷൂട്ട് നടക്കുന്നുണ്ട്. പല ആംഗിളിലും ഭാവങ്ങളിലും ഷൂട്ടൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ വീഡിയോഗ്രാഫർ വന്നിട്ട് പറഞ്ഞു ലൈറ്റ് സെറ്റപ്പ് ചേഞ്ച് ചെയ്യണം, ലെൻസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ പിന്നെ ആള് പറഞ്ഞ ഇന്റൻസിറ്റി വെച്ചിട്ട് എനിക്ക് മനസ്സിലായി കുറച്ച് നേരത്തെ പോസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, റെസ്റ്റ് ചെയ്തോളൂ എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും തളരാൻ ഞാൻ ഈ ടൈമിൽ റെഡി അല്ലായിരുന്നു. യെസ്, ഫ്രണ്ട് ആപ്പ് എന്റെ ഗോ ടു ആപ്പ് ആണ് ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ഹാവ് ഫൺ കോൺവെർസേഷൻ. അതിപ്പോ വോയിസ് ചാറ്റ്സ് ആയിക്കോട്ടെ, എക്സൈറ്റിംഗ് ഗെയിംസ് ആയിക്കോട്ടെ. അല്ല, ഇവർക്ക് ഇതിനൊക്കെ സമയമുണ്ടോ? എനിക്കത് മനസ്സിലാവട്ടെ. ഷൂട്ടിന് ചെന്ന സമയത്ത് കുറച്ചു നേരം പോസ്റ്റ് ആയി, അപ്പൊ തന്നെ ഫ്രണ്ട് ആപ്പ് തുറന്നപ്പോഴത്തേക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ അവർ ഇടവേളകൾ ഉല്ലാസകരമാക്കുകയാണ് ഗൈസ്. ഇതാണ് ഫ്രണ്ട് ആപ്പ്. പക്ഷെ ഇത്രയും ആഡ്സ് ഞാൻ
കണ്ടെങ്കിലും ഇത്രയും വ്യക്തികൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തെങ്കിലും സത്യസന്ധമായി ഈ സാധനത്തിനെ പ്രൊമോട്ട് ചെയ്തത് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് സൂപ്പർ വാവ എന്ന് പറയുന്നത്. സൂപ്പർ വാവ അറിയായിരിക്കും, അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ത്രൂ വീഡിയോ ഒക്കെ ഇടുന്ന ഇൻഫ്ലുവൻസർ ആണ്. പുള്ളിക്കാരൻ ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത്. കൃത്യമായി ഞാൻ കാണിച്ചു തരാം, പുള്ളിയുടെ വീഡിയോ കാണിച്ചു തരാം. ഹലോ മൈ ഗൈസ്, ഗോവയിലെ രാത്രി കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ സൂപ്പർ വാവ. ഗൂഗിൾ മാപ്പ് നോക്കി കണ്ട് ഏതൊക്കെ പേരുടെ മുറ്റത്ത് കൂടെ പോകും. 100 തൊപ്പി അതിസാഹസികമായി മേയർ 150 രൂപ. അപ്പുറത്തെ വീഡിയോ പോയി അതിനകത്ത് 100 രൂപ. 50 രൂപ പോയ വിഷമം നാട്ടുകാരെ മൊത്തം വിളിച്ചു പറയാം. ഇവന്റെ വ്ലോഗാണ് ഇത് കഴിഞ്ഞ അവസാനമാണ് ഇതിന്റെ പരസ്യം വരുന്നത്. നമുക്ക് അത് മാത്രം കണ്ടാൽ പോയി. എന്ത് കാണുന്നത് മത്സ്യകന്യകന്റെ കുഞ്ഞ് അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ട് കമ്പായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് കുറെ ഗേൾസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആണെന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ ഫേമസ് ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യാൻ അത്ര സേഫ് അല്ല. കാരണം എന്താ വെച്ചാൽ ഓലെ ചങ്ങായിമാരോടൊക്കെ പോയിട്ട് വാവർ കോയാന്ന് പറയും. കോയാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാസ്റ്റേഴ്സ് ഇതിൽ ചങ്ങായി ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട്. ആപ്പിന്റെ പേര് ഇതിൽ വോയിസ് വെരിഫിക്കേഷൻ കൊണ്ട് കുണ്ടമാരെ നമുക്ക് ചാറ്റ് ചെയ്യൂല. പിന്നെ പോരാത്തിന് പെണ്ണുങ്ങൾക്ക് ഇത് ഭയങ്കര സേഫ് ആണ്. പക്ഷേ നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആണ്. പിന്നെ നമ്മുടെ ഡാറ്റ ഒന്നും പുറത്തേക്ക് പോകില്ല. പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്ത് ഡിസ്കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗെയിം കളിക്കാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറെ അവിടാണ് പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്ത് ഡിസ്കംപി ആയിട്ടിരിക്കുന്ന സമയത്ത് ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇതിനകത്ത് എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത് നമ്മൾ പറയാതെ തന്നെ പറഞ്ഞു. ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കമ്പിക്കഥ പോലെ ആയി പോകും. അന്നേരം ആ സമയത്ത് ഇതിനകത്ത് ഡിസ്കംപി ആവുന്ന സമയത്ത് ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് എന്നാണ് സൂപ്പർ വാവ അത് സത്യസന്ധമായി ഇതിനകത്ത് പറയുന്നത്. പിടി കിട്ടിയോ? അതിപ്പോ ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ത് തരം ചാറ്റിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന്. ഞാൻ പ്രത്യേകിച്ച് ഇനി തെളിച്ച് പറയണ്ടല്ലോ. ചാറ്റ് ചെയ്ത് ഡിസ്കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗെയിം കളിക്കാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറെ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാം. പിന്നെ പോരാത്തിന് ഗേൾസിന് ഇതിൽ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റും ഏൺ ചെയ്യാം. അതെങ്ങനെ ഏൺ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എക്സ്ക്ലൂസീവ് ആണ് ഗൈസ്, എക്സ്ക്ലൂസീവ്. ഫ്രണ്ട്സിനോട് നമുക്ക് കോൾ ചെയ്യാം, ചാറ്റ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, എന്ത് വേണേലും ഇവിടെ നടക്കും, എന്ത് വേണേലും നടക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു ഓൺലൈൻ വേശ്യാലയം അത് തന്നെ. അപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായി ഇതിനെപ്പറ്റി സംസാരിക്കാം. ഈ ഒരു ഫ്രണ്ട് ആപ്പിനെ പറ്റി അൻസു വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആ ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നല്ല വ്യക്തമായി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ എന്താണ് ഫ്രണ്ട് ആപ്പ്, ഇതിനകത്ത് എന്താണ് നടക്കുന്നത്, ഇവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇവർ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട്, ഇവർ സ്ത്രീ ആണല്ലോ, അന്നേരം ഇവർ ഇത് ഉപയോഗിച്ച് നോക്കി ഇവർക്കുണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത്. എന്താണെങ്കിലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് അല്ല എല്ലാവർക്കും വേണ്ട, എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്ക് ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടി പറയുകയാണ്, എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് ടോക്സിനോടാണ് കൂടുതലായിട്ടും താല്പര്യം. ആർക്കും അല്ലാതെ ഒരു കാര്യങ്ങളിലേക്ക് താല്പര്യമില്ല. സോ ഇത് കംപ്ലീറ്റ്ലി ഞാൻ വിളിച്ച് എല്ലായിടത്തും കട്ട് ചെയ്ത് കളയുക ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മാരീഡ് ആണോ, ഏജ് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് കിളവി സ്റ്റൈലാണോ യങ്സ്റ്റർ ആണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. കേട്ടല്ലോ, ഇതാണ് ദിദ്. അതിനകത്ത് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മൊത്തം കമ്പിക്കഥകൾ, കമ്പിച്ചാറ്റ് ഇത് തന്നെ. അതിനകത്ത് മൊത്തം ഈ സെക്സ് ടോക്കിന് വേണ്ടി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരൊക്കെയാണ് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയുണ്ട്. സോ അതിൽ കുറച്ച് ലിസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറേ ആളുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സാണ് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് മൂപ്പൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസാണ്. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ നടക്കുന്നതെന്ന്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കണ്ടോക്കാം കേട്ടോ. കേട്ടാൽ ഞെട്ടുമെന്ന് വെറുതെ പറഞ്ഞില്ല. നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന് പുറകെ എനിക്കെതിരെ എന്തായിരുന്നാലും ഇവരെല്ലാവരും ഒത്തുചേർന്നുള്ള പരിപാടിയൊക്കെ വരും എന്ന് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാലും ഒരു പ്രശ്നമില്ല, നമുക്ക് ബാക്കി പിന്നാലെ നമുക്ക് എക്സ്പോസ് ചെയ്ത് പോവുകയും ചെയ്യാം. ഉറപ്പ് ഒരു പ്രശ്നമില്ല. ഇനി എന്താണ് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ഇവർക്ക് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടേ. അവർ ആദ്യം പറയുന്നത് കേട്ട ശേഷം ബാക്കി കാര്യത്തിൽ എല്ലാം കുറച്ച് മാത്രം എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് തീരെ വിശപ്പില്ലാത്ത കച്ചല്ല. ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്ന കാര്യം നല്ലത്. നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. പിന്നെ ഇന്നത്തെ എല്ലാ പ്രോസസ് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ലിങ്ക് വേണ്ടവർ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാൻ കിടന്നുറങ്ങട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ജാസ്മിൻ പറയുന്ന പ്രകാരമാണെങ്കിൽ റോസ് എന്തോ സംഭവം കൺവേർട്ട് ചെയ്ത് പൈസയ്ക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അത് ജാസ്മിനോട് ചോദ്യം, ഇത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പറ്റുമോ, അതോ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പരിപാടി പറ്റിയെന്ന കാര്യം. അതായത് ഇതിനകത്ത് പെൺകുട്ടികൾക്ക് മാത്രമാണ് പരിപാടി ഉള്ളത് എന്നുള്ള കാര്യമാണ്. പിന്നാലെ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ജാസ്മിൻ ഇതിലൂടെ എത്രമാത്രം സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട്, എത്രമാത്രം ഇതിനകത്ത് നിന്ന് പൈസ ഏൺ ചെയ്തിട്ടുണ്ട്, അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് കാണിക്കാമോ? ഡെമോ അല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻ ടൈം എത്രമാത്രം ഇത് യൂസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പല്ലേ, നിങ്ങൾ എത്രമാത്രം യൂസ് ചെയ്യുന്ന കാര്യം കൂടെ ഒരു സ്ക്രീൻ റെക്കോർഡ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കാണിക്കാമോ? ഇതൊരു ചോദ്യമാണ്. ഓക്കെ, ഇനി മറ്റൊരു വ്യക്തി. അത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിരുന്നത്. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറൊക്കെ ട്രെൻഡിംഗ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അതന്നെ ഈ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് ജെൻഡർ ഉള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളത് 100% സേഫ് ആണ്. കൊള്ളാലോ, നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിനോട് നിനക്ക് ആരെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ കിട്ടും. ഫ്രണ്ട് ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇതിനകത്ത് ആലിസ് ക്രിസ്റ്റി വളരെ സന്തോഷകരമായ കാര്യം പറയുന്നു. പെൺകുട്ടികൾക്ക് റോസ് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൺകുട്ടികളൊക്കെ മറ്റേ തവിട് കൊടുത്തും മറ്റേ അവിൽ കൊടുത്തും വാങ്ങിച്ച ആൾക്കാരാണോ? എന്താ അവർക്കില്ലാത്തത്? അവരൊന്നും കാണിച്ച് അവർ പൈസ കൊടുക്കേണ്ടവരും മറ്റൊരു പൈസ വാങ്ങേണ്ടവരും. ആ ഒരു പരിപാടിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സേഫ് ആണെന്ന് പരിപാടി പറയുന്നു. ഇനി സേഫ് ആണെന്ന് ഇവർ പറഞ്ഞ കാര്യത്തിൽ പൊള്ളത്തരം പറയാം. ഇതിനകത്ത് വോയിസ് എന്തുകൊണ്ടാണ് ഈ വോയിസ് റെക്കഗ്നൈസേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സേഫ് ആണെന്ന് പറയുന്ന കാര്യം അത് ആണുങ്ങളുടെ വോയിസ് പെണ്ണുങ്ങളുടെ വോയിസ് സെപ്പറേറ്റ് തിരിച്ചറിഞ്ഞിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ പൈസ ഇല്ലാതാവും, ആണുങ്ങളാണെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ സേഫിന്റെ പരിപാടിയില്ല. അതെല്ലാം വ്യക്തമായിട്ട് വിശദമായിട്ട് പുറകെ വരും. കാണാം. അടുത്ത ആൾ കാണിച്ചാണ് ആലിസ് ക്രിസ്റ്റി. അടുത്തത് തനി മലയാളി. വിഷ്ണു, ഞാൻ പുറത്തു പോയിട്ട് വരെ.
ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നെതർലാൻഡ്സോട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം. ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് FRND ഫ്രണ്ട് സെർച്ച് ചെയ്യാം. ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിന്നാണ്. എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷ്ണുവിന് ഒരു സംശയമാണ്, ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത്. ഇത് ഓൺലൈനല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിവേക ബുദ്ധി ഔചിത്യ ബുദ്ധിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അത് എനിക്ക് റോഡ് കുഴപ്പമില്ല. അപ്പം പോയിട്ട് വരാം. ബൈ. ഓക്കെ, അപ്പം ഈ നെതർലാൻഡ്സിൽ എന്തോ വളരെ വലിയ ജോലിയിൽ വളരെ നല്ല രീതിയിൽ പോസ്റ്റ് ലൈഫിൽ നിൽക്കുന്ന തനി മലയാളി വളരെയധികം കഷ്ടപ്പാടിന്റെ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ ഇന്റർവ്യൂസ് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ ഒരു ആപ്പ് ഈ മൂന്ന് പേരല്ലാട്ടോ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നത്. അവരെല്ലാവരും ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന റേറ്റ് എത്രയാണ് നമുക്ക് പബ്ലിക്കിന് മുമ്പിൽ പറയാൻ ധൈര്യമുണ്ടോ? ഏറ്റവും കുറഞ്ഞത് ഞാൻ അറിഞ്ഞത് ഒരു വീഡിയോ ഇടുന്നതിന് മാത്രം 4 ലക്ഷം രൂപയോളം ഇവർ പേ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫ്രണ്ട് ആപ്പിന്റെ ആൾക്കാർ ഇവർ ഒരു വീഡിയോ ഇടുന്നതിന് മാത്രം 4 ലക്ഷം ഏറ്റവും കുറഞ്ഞ പേ ചെയ്യുന്നതാണ്. അതായത് ഇവർ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിലൂടെ 10, 12, 15 ലക്ഷം രൂപ ഈ ഫ്രണ്ട് ആപ്പിന്റെ സൈഡിൽ നിന്നും ഇവർ പൈസ കൈപ്പറ്റിക്കൊണ്ട് ഈ ആൾക്കാരെല്ലാവരും നിങ്ങൾ എന്താണ് ഫേസ്ബുക്കിനെ കാട്ടി ഇൻസ്റ്റാഗ്രാമിനെ കാട്ടി സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ നഗ്നതയും മറ്റുള്ള കാര്യങ്ങളിലേക്കും അവരെ വഴിതെറ്റിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. അത് ഞാൻ പറയുന്നില്ല, അത് അനുഭവത്തിൽ പറയട്ടെ. ഞാൻ ഈ 3 പേരോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇവർ തന്നെ തരണം. അവർ ഈ 3 പേര് മാത്രമാണ് ഇത് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് വഴി കാണാം. പക്ഷേ അഭിപ്രായങ്ങൾ ഇവർ പറയണം, ഇവരുടെ ഭാഗം പറയണം, തീർച്ചയായിട്ടും പറയണം, പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയണം. നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് വാങ്ങിയത്? 2, നിങ്ങൾ ഈ ഒരു പറയുന്ന സംഭവത്തിന്റെ സേഫ് ആണോ? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആണുങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് റോസ് കൺവേർട്ട് പൈസ കിട്ടുന്നില്ല? എന്തുകൊണ്ട് ആണുങ്ങൾക്ക് ഇതിനകത്ത് പൈസ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല? അതിന്റെ കാര്യം കൂടെ പറഞ്ഞു തരാം. ശരി, ഇനി ഈ വിഷയത്തിനെ കുറിച്ച് ആദ്യം ഫ്രണ്ട് ആപ്പിന്റെ ഒരു പൊള്ളത്തരത്തിനെ കുറിച്ച് ആദ്യമായിട്ട് തുറന്നു കാട്ടിയ ഒരാൾ നമുക്ക് കേൾക്കാം. ലൈഫ് സ്റ്റൈൽ ഡയറി ബൈ ശില്പ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരത്തി ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ റിവ്യൂ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നത് കേൾക്കാം. പല ആളുകളും പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നേരത്തെ ഞാൻ ഈ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക. പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസിന് പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ കാരണം കേട്ടല്ലോ, അതായത് ജെൻസിന് ഇതിനകത്ത് പൈസ കൊടുത്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തുവാണ് ഈ എല്ലാവരും സേഫ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്ന സംഭവത്തിൽ എന്തുകൊണ്ട് ജെൻസിന് പൈസ മുടക്കണം? എന്ത് പെൺകുട്ടികൾ പൈസ മുടക്കണ്ട? അവിടെയാണ് പെൺകുട്ടികൾ സേഫ് അല്ല എന്ന് പറയുന്നത്. ജെൻസ് പൈസ മുടക്കിയിട്ട് അവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാരോട് അത് നേടാൻ അവരെ വഴിയിലേക്ക് കുഴിയിലേക്ക് ചാടിക്കാൻ താല്പര്യമുള്ളവർക്ക് പോയി കുത്തിയിരുന്ന് സംഭവിച്ചാൽ ഒരുപാട് കാര്യങ്ങളായിട്ട് വരും. അതിനുള്ള ഫ്യൂച്ചർ അതിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടും. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ അപ്കമിംഗ് ഡേയ്സിൽ ഞാൻ അതിലും ഓക്കെ അതൊക്കെ വഴി വരും. ഇപ്പോൾ ഇതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ജെൻസിന് മാത്രം എന്തുകൊണ്ട് ഈ ഒരു സംഭവത്തിന്റെ അകത്ത് വെരിഫിക്കേഷൻ വെച്ച് വോയിസ് വെച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ട് ജെൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പെൺകുട്ടികളെ അല്ലാതെ കാറ്റഗറൈസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് കാരണമെന്ന് നിങ്ങൾക്ക് എല്ലാവരും കാര്യം മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും, ജെൻഡർ ചോദിക്കും. അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതിനകത്ത് ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഓഡിയോ കോൾ വീഡിയോ കോൾ ചെയ്ത പൈസ അങ്ങോട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ ഓഡിയോ കോൾ വീഡിയോ കോൾ ഹായ് സുഖമാണോ, എന്തുണ്ട് വിശേഷം, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, പിന്നെ എന്തൊക്കെയാണ് നീ ചെയ്യുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഞാനും കരിയാഹാരമാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിരുന്നിട്ട് എന്തായിരിക്കും സംസാരിക്കുക? നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും ഇതൊരു ഡേറ്റിംഗ് ആപ്പ് അല്ലേ, ഇതെന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു തർക്കമില്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡേറ്റിംഗ് ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പബ്ലിക്കായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇത് അറിയാത്ത ആൾക്കാരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന് ശേഷം ഫേസ്ബുക്കിന് ശേഷം നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് പറയുന്നത്. ഇതൊരു അഡൽട്ട് ആപ്ലിക്കേഷൻ എന്ന ഒറ്റ വ്യക്തികൾ പോലും പറയുന്നില്ല. അഡൽട്ട് സാധനമാണ് ഇത്. 18 വയസ്സിന് മേളിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സ്കൂൾ കുട്ടികളടക്കം ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യമാണ് വരുന്നത്. അവർ മറ്റു പല കാര്യങ്ങൾ പേര് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ, അതായത് ഇയർ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ, മാറി. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാധനം സേഫ് ആണെന്ന് ഈ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് പറയുകയും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ നേടാം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പൈസ നേടാൻ വേണ്ടി പറ്റുന്ന ഇൻസ്റ്റാഗ്രാമിന് പറ്റാത്ത, ഫേസ്ബുക്കിന് പറ്റാത്ത, അങ്ങനെ ഒന്നും ഈ ആപ്ലിക്കേഷൻസിലൊന്നും പറ്റാത്ത ഈ ഒരു കാര്യം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പറ്റുന്നത്? അപ്പം ഈ പൈസ ആരാ മുടക്കുന്നത്? അത് ആണുങ്ങൾ മുടക്കണം. അത് പൈസ വാങ്ങാൻ പെണ്ണുങ്ങൾ. അതായത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഇരിക്കുകയും അവർക്ക് വരുന്ന ഫോൺ കോളും വീഡിയോ കോളിലൂടെ അവർക്ക് പൈസ കിട്ടുന്ന അറിയുമ്പോഴേക്കും ആദ്യം ചെറിയ രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പിലേക്ക് സംസാരിച്ചിട്ട് പിന്നെ അതിന്റെ വഴി റൂട്ട് മാറി ഈ പെൺകുട്ടികളൊക്കെ റോഡിലും മറ്റുള്ള സ്ഥലങ്ങളിലും ദിവസത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് 10,000 1000 വേണ്ടിയിട്ട് ദേഹത്തിനെ കൊണ്ട് വിൽക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടിയുള്ള പരിപാടി ഇതിലൂടെ നടക്കുന്നു. ഇല്ലെന്ന് പറയട്ടെ അവർ, അങ്ങനെ നടക്കത്തില്ല എന്ന് പറയട്ടെ അവർ. ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേ അധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ, അതായത് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആളുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആലോചിച്ച് ആൺകുട്ടികൾക്ക് ഇതിനകത്ത് ഇത് എന്താണ് റീചാർജ് ചെയ്താൽ മാത്രമേ ഇത് യൂസ് ചെയ്ത് പൈസ കൊടുത്താൽ മാത്രമേ മറ്റുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പൈസ കിട്ടി വരും, ഓപ്പോസിറ്റ് ജെൻഡർ ആണുങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് പൈസ അങ്ങോട്ട് കിട്ടും.
ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോഴ്സിലും അതേപോലെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ഫേക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതൽ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതുപോലെ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു ഇതിനകത്ത് വഴങ്ങേണ്ടി വന്നു ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ പണം മറ്റു സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പിന്നീട് പശ്ചാത്താപം കുറ്റബോധം വന്നിട്ട് സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ല ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കാര്യമാണെന്ന്. ഇപ്പോഴും പല ആൾക്കാർക്ക് ഫേക്ക് കോൾസ് മറ്റുള്ള കാര്യങ്ങൾ വരുന്നതിന്റെ കാര്യങ്ങൾ വിശദവും വ്യക്തമായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പറയും. ഓക്കെ, ഇത് ഇനി അടുത്ത് വിശദമായ ഒരു വീഡിയോ അടുത്ത് പറഞ്ഞുകൊണ്ട് കേൾക്കാം. ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനോ ഇതെന്താണെന്ന് ഞാൻ ഈ കുട്ടി വ്യക്തമായി പറയുന്നുണ്ട് ഇവരെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കി. നിങ്ങൾ ദയവായി അവരുടെ ഫുൾ വീഡിയോ കാണണം. അവരുടെ ചാനലിന്റെ പേര് ആൻസൂസ് വേൾഡ് എന്നാണ്. അപ്പം നിങ്ങൾ ആ ചാനൽ ഒന്ന് പോയി കാണണം. ഓക്കെ, പറ്റുവാണെങ്കിൽ ഗായ്സ്, ഇപ്പൊ എല്ലാവരും സുപ്പിയില് ലൂഡോ ഗെയിം കളിക്കുന്നു. കാരണം ഇത് രസകരമായ ഗെയിമുകളിൽ ഒന്നാണ്. പിന്നെ വിജയിക്കുന്നത് വളരെ എളുപ്പമാണ്. പിന്നെ ഗായ്സ്, അത് മാത്രമല്ല, നമ്മുടെ ചെറുപ്പകാലത്തെ സെയിം ലൂഡോ വിനോദം ഇതിൽ നിങ്ങൾക്ക് കിട്ടും. 10 കോടി ജനങ്ങളാണ് സുപ്പി ലൂഡോ ഇന്നും കളിക്കുന്നത്. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, സുപ്പി ഡൗൺലോഡ് ചെയ്ത് ആവേശകരമായ 2.5 മിനിറ്റ് ലൂഡോ നിങ്ങൾ കളിക്കുക. പിന്നെ ഗായ്സ്, അത് മാത്രമല്ല, സുപ്പി 100% സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത് കൂടുതലും, വിവാഹം കഴിക്കാത്ത കുട്ടികളാണ്, പെൺകുട്ടികളാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് പറയുന്നത്. ഞാൻ ആരെയും നെഗറ്റീവായിട്ട് ഉദ്ദേശിച്ചത് എന്തായിട്ട് മാറുന്ന നിങ്ങൾ ചിന്തിച്ചാണ്, ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂർ, എറണാകുളം സൈഡിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇടയിൽ നമ്മുടെ ഈ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴും കയ്യിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പൈസ വേണമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ആപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? പുതിയ തലമുറയെ നന്നായിട്ട് പെട്ടെന്നുകൊണ്ട് മറ്റ് എന്താണ് ഈ ഒരു പ്രായത്തിൽ അവർക്ക് ചിന്തിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണല്ലോ ഇത്, ആ വഴിയിലേക്ക് കൊണ്ട് വിട്ടുകൊടുക്കുന്നു. ഇവരെല്ലാവരും സമൂഹത്തിന്റെ മുമ്പിൽ ഭയങ്കര ഉന്നത സ്ഥാനത്തും ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ ഭയങ്കര ആൾക്കാരായിട്ടൊക്കെ നിന്നുകൊണ്ട് ഇവർ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 പേര് മാത്രമല്ല, ഒരുപാട് പേര് ഇത് ചെയ്യുന്ന അറിയുന്ന അവരുടെ സംഭവങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഫോൺ അവരെടുത്തുകൊണ്ട് റൂമിൻ്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നത് അറിയോ? പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല, ഈ ഒരു സാധനം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എവിടെ ഇരുന്നാൽ ലോകത്തിൽ ഏത് ഭാഗത്തിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു കാര്യം കണ്ടെത്താനും അത് അറിയാനും പറ്റുന്ന സാഹചര്യം ഇന്നുണ്ട്. അത് ഈ ഒരു വീഡിയോയുടെ സാഹചര്യത്തിനകത്ത് അവർക്ക് അതെങ്ങനെയാണ് കഴിയുക എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നടക്കാം. കാരണം നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ കുട്ടികൾ റൂം അടച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആ സമയങ്ങളിൽ നിങ്ങൾക്ക് അവരെ വാച്ച് ചെയ്യാൻ വേണ്ടി കഴിയണം, അവർ എന്തൊക്കെ പരിപാടികൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ചെയ്യുന്നത്. സോ ശേഷം ആ വീഡിയോക്കകത്ത് മാത്രം ഏതാണ്ട് 1.1K 1100 കമന്റ്സ് വന്നു. ആ വീഡിയോ കമന്റ്സിന്റെ അകത്ത് ഒരുപാട് വിക്ടിംസ് അതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അഥവാ ഇവരുടെയൊക്കെ വാക്കും കേട്ടുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ലൈഫ് സ്പോയിൽ ആയ ആൾക്കാരുണ്ട്. അതിനുശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരുപാട് ആൾക്കാർ വെളിപ്പെടുത്തലുകൾ, വോയിസുകൾ ഇഷ്ടം പോലെ ഒരുപാട് പേര്, 100 കണക്കിന് ആൾക്കാർ വന്ന് നേരിട്ട് സംസാരിക്കുന്നു. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 3 പേരാണെങ്കിൽ അതിന് കാട്ടിൽ കൂടുതലാണ് അതിൻ്റെ ആൾക്കാരുടെ എണ്ണം എന്നുള്ളതൊക്കെ കേൾക്കുന്നത്. അവരുടെയൊക്കെ പേരുകൾ നമുക്ക് ഇതിനകത്ത് പറയണം. പിന്നെ നേരത്തെ വീഡിയോക്കകത്ത് വ്യക്തമായി പറഞ്ഞു ഇതെങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്നും ഈ ഒരു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് തിരിച്ചറിയാം, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതെന്നും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില പ്രിക്വേഷൻസ് അടക്കം ഈ വീഡിയോക്കകത്ത് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നു. ചില വോയിസ് ഇവിടെ ഇതിനകത്ത് പ്ലേ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടി വരും. ആദ്യം നമുക്ക് കേൾക്കേണ്ടത്, ഇനി ഇതുവരെ ഈ ഒരു കാര്യമായിട്ട് വീഡിയോ ചെയ്തതിന് ശേഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നേരത്തെ വീഡിയോക്കകത്ത് ജാസ്മിൻ ജാഫർ, തനി മലയാളി, ആലീസ് ക്രിസ്റ്റി ഇന്നവരുടെ 3 പേരുടെ സംഭവമാണ്. ഞാൻ അറിഞ്ഞില്ല ഇത്രയും ആൾക്കാർ ഈ ഒരു വീഡിയോ ഏറ്റെടുക്കുന്നുള്ളതായി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വീഡിയോസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, ഇന്ന് രാവിലെയും അതിലടക്കം ഒരുപാട് പേര് ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ അത്രയും ആൾക്കാർക്ക് പോകുന്നെങ്കിൽ ഒരുപാട് അഫക്റ്റഡ് ആയിട്ട് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസ് കൂടുതൽ ഈ പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് ആരാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ആദ്യം നമുക്ക് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം. ഏറ്റവും കൂടുതൽ ഈ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇത് പ്രൊമോട്ട് ചെയ്തത്? ഞാനൊരു കമന്റ് ഇട്ടിരുന്നു, ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള മറ്റ് ഇൻഫ്ലുവൻസേഴ്സിന്റെ പേര് ദയവായി താഴെ കമന്റ് അടുത്ത വീഡിയോ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വാക്ക് പാലിക്കുകയാണ്. കുറേ ആളുകൾ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് മൈ വേ ബൈ കല്യാണി. ഞാൻ ആ ചാനൽ ഒന്നും കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി മൈ വേ ബൈ കല്യാണി നിങ്ങൾ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ആ ഒരു പേരാണ് വൈബ് വിത്ത് രവീണ. മൈ വേ ബൈ കല്യാണിയാണ് കൂടുതൽ പറയുന്നത്. മഷൂറ, റബേക്ക, സന്തോഷ്, ബഷീർ ബഷി ഫാമിലി, ചട്ടം പീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഞാനില്ല, മൈ വേ ബൈ കല്യാണി, ഉണ്ണിവാ വ്ളോഗ്സ്, തനി മലയാളി, എന്താ പറയുക കുറേ ഉണ്ട്. പിന്നെ അൺബോക്സിംഗ് ഡൂഡിൻ്റെ സിസ്റ്റർ, പിന്നെ മഷൂറ, സിലു ടോക്സ്, അർച്ചന ദേവ്, ഇസ്മി, വിജിത, ഷീലാവി. ആ കമന്റ് ബോക്സിനകത്തുണ്ട്. ഞാൻ ആ വീഡിയോ താഴെ പിൻ ചെയ്ത് വെച്ചേക്ക്, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, എന്തുവാ ഈ ചാനൽ എന്താണ് ചാനലുള്ള എന്തുവാ ഇത് എന്ന ചാനലുള്ള പാർവതി,
അർച്ചന ദേവ്, ഇസ്മി വിജിത, മൈവേ ബൈ കല്യാണി, ഉണ്ണിവാവ വ്ളോഗ്സ്, മൈവേ ബൈ കല്യാണി, അൺബോക്സിംഗ് ഡൂഡ്, വൈബ് വിത്ത് രവീണ, പിന്നെ എന്താണ് അൺബോക്സിംഗ് ഡൂഡ്, ബബിത, അർച്ചന ദേവ്, വേ ബൈ കല്യാണി, അർച്ചന ദേവ്, ഉണ്ണിവാവ വ്ളോഗ്സ്, തേജ തങ്കു, വയനാടൻ ബഷീർ മൈദവേ സിലു ടോക്സ്, വയനാടൻ വ്ളോഗ്സ്, ജസ്നിയ കെ ജയദീഷ്, ദൃശ്യ രഘുനാഥ്, സൂപ്പർ വാവ, എന്തൊക്കെ പേരുള്ള സൂപ്പർ വാവ, പിന്നെ വൈബ് വിത്ത് രവീണ, മൈവേ ബൈ കല്യാണി, തേജു തങ്കു, വിനീത് രാമചന്ദ്രൻ, ചട്ടം പീസ്. ഇത് ഒരുപാട് പേരുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേര്, രവീണ, അർച്ചന ദേവ്, അങ്ങനെ പോകുന്നു. സോ ഒരുപാട്. അപ്പം ഞാൻ ആ കമന്റ് ബോക്സിൽ ആ കമന്റ് പിടിച്ച് വെച്ചേക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. പൂജാകൃഷ്ണയുണ്ടോ? ആഹാ, അടിപൊളിയാണല്ലോ. പൂജ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്താ അടിപൊളി. പൂജ നമ്മളെ ബിഗ് ബോസിലെ പൂജ ചിന്തിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ മാൻ പോലെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്. അതാണ് അവസ്ഥ. ഒരു ബോധവും ബുദ്ധിയും ഇല്ലേ ഇവർക്ക്. ഓക്കെ, എന്ത് സോ ഇവരൊരു മീഡിയേറ്ററിനെ പോലെ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. സഞ്ജു ആൻഡ് ലക്ഷ്മിയിലെ പാർവതി, ഡ്യൂഡ്, ഇതിങ്ങനെ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ. സുലു കിച്ചനോ, സീതൽ ആൻഡ് വിനു, വൈബ് വിത്ത് രവീണ, അർച്ചന ദേവ്, മൈവേ ബൈ കല്യാണി എന്ന് പറഞ്ഞ പേരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതെന്താ ഇവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. മൈവേ ബൈ കല്യാണി ഇഷ്ടം പോലെ ഉണ്ട്. സോ ഇതാണ് ആ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ പേരുകൾ കിടക്കുന്നത്. ഇനി എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ എന്താ പറയുക, ഈ ഫ്രണ്ട് ആപ്പിനെ ആൾക്കാർ പറയുന്നത്, ഈ ഫ്രണ്ട് ആപ്പിന് ഒക്കെ മനുഷ്യത്തിക്കുള്ളിൽ തന്നെയാണ്, നമുക്ക് ചുറ്റും നിത്യം കാണുന്നവരെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ്. അപ്പോഴാണ് ഈ ആപ്പിലൂടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ, കൂട്ടുകാരെ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ഭൂരിഭാഗം അവീതങ്ങൾക്കും അടൽത്തറികൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ടോട്ടലി അൺഎത്തിക്കൽ ആണെന്നൊക്കെ പറയുന്നു. എന്താ പറയുക, 35 ഇഷ്യൂ, ഓക്കെ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് പൈസ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, വേറെ ലിസ്റ്റ് കമൻറ്റ് കിടപ്പുണ്ടാവും. ഓക്കെ, ഇതിനകത്ത് തനി മലയാളി, ആലിസ് ക്രിസ്റ്റി, ജാസ്മിൻ, വൈബ് വിത്ത് രവീണ, ബബിത, ചട്ടം ബി സി, ഇസ്മി വിജിത, ഗ്ലാമി ഗംഗ, മഷൂറ, മല്ലു ഫാമിലി, കല്യാണി, അർച്ചന ദേവ്, ഇനി കുറേ ഉണ്ട്. ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നൊക്കെ പറയുന്നു. ഗ്ലാമി ഗംഗയ്ക്ക് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ. സോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു യൂട്യൂബറിന് അത്യാവശ്യം റീച്ചുള്ള ഒരു യൂട്യൂബർ ഒരു മാസം, യൂട്യൂബ് റവന്യൂ അവർക്ക് ഒരു മാസം കിട്ടുന്നത് ലക്ഷങ്ങളാണ്, ലക്ഷക്കണക്കിന് രൂപയാണ് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്ന പൈസ. അതിന് പുറമെ അവർക്ക് എത്തിക്കലായിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻസ് നടത്തുന്നതിന് എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല, ആർക്കും ചെയ്യാം. നിങ്ങൾക്ക് നാളെ യൂട്യൂബറായിട്ട് മാറി നിങ്ങൾക്ക് ചെയ്യാം, പൈസ കിട്ടട്ടെ, എല്ലാവരും വളരട്ടെ, നല്ല കാര്യം. ഒരുപാട് തൊഴിലവസരങ്ങളില്ലാത്ത നാട്ടിൽ നമ്മൾ ജീവിക്കും. പക്ഷേ ആൾക്കാരെ ഇങ്ങനെയൊക്കെയുള്ള മാർഗ്ഗത്തിലേക്ക്, ഇതിന്റെ പ്രശ്നം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ സമയത്ത് ചിലർ ചില എതിരഭിപ്രായം കൊണ്ട് അഡൽട്ട് ആപ്പുകൾ എന്താ പ്രശ്നം? അഡൽട്ട് ആപ്പുകൾ 100 കണക്കിന് ഇന്നും ഇന്നലെ അഡൽട്ട് ആപ്പുകൾ പണ്ടുപോലെ ഉണ്ട്. അഡൽട്ട് ആപ്പ് എന്നുള്ള രീതിയിൽ അല്ലല്ലോ പ്രചാരണം പറയുന്നത് എന്താ? ഇതിനകത്ത് നിങ്ങൾക്ക് റോസ് എന്നുള്ള സാധനം ഉണ്ടാവും, ആണുങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട, ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട, അതിനകത്ത് കയറി കഴിഞ്ഞാൽ മതി. അതായത് സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കുന്നു. അതായത് ചില്ലട്ട ഗ്ലാസിന്റെ അകത്ത് വയ്ക്കുന്ന ജിലേബി പോലെ പെണ്ണുങ്ങളെ പ്രദർശന വസ്തുവാക്കുകയോ വിൽപ്പനയ്ക്ക് വെക്കുകയോ ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും രത്ന ചുരുക്കം. അതിന് ആണുങ്ങൾ പൈസ കൊടുത്തിട്ട് അവർ ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു. ഒരുപാട് ഇന്ന് എന്റെ ഇൻബോക്സിന്റെ അകത്ത് വന്നിട്ടുള്ളതിനകത്ത് ഞാൻ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾ സംസാരിക്കുന്നതാണ്, നിങ്ങൾ കേൾക്കുക. എന്താണ് ഇതിനകത്ത് നടക്കുന്ന പരിപാടി എന്നുള്ള കാര്യം ഇത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ബ്രോ പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് ആപ്പിന്റെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് പറയാം. ആപ്പ് 18+ മൊത്തം നടക്കുന്നത്, 18+ ആണ് മൊത്തം അവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകുന്നുള്ള ഒരു കാര്യമില്ല. ഞാൻ കണ്ട് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ആപ്പിൽ കണ്ടപ്പോൾ ഭയങ്കര 18+ ആണ് നടക്കുന്നത്. എന്തായിരുന്നു ലൈനുള്ള അതാ പറഞ്ഞ് കമ്മിറ്റഡ് ആയവരോടും ഇതിന് 18+ ടോക്കുകൾ മൊത്തം. അപ്പോൾ നമ്മൾ ചോദിക്കും കമ്മിറ്റ് ആവാൻ ചോദിച്ചപ്പോൾ അവനറിയത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഭയങ്കര സീനാണ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. അപ്പം തന്നെ കളയും ചെയ്തു. എല്ലാവരും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലവർ ക്യാഷ്വലായിട്ട് നമുക്ക് സംസാരിക്കും, ചിലവർ ഭയങ്കര വൾഗറും സംഭവം. അതായത് കമ്മിറ്റഡ് ആയ ഗേൾസ് വരെ ഉണ്ട്. എന്തോ വിശ്വസിക്കുമെന്നൊന്നും പറയാൻ പറ്റും. ഭയങ്കര സീനാണെങ്കിൽ നമ്മൾ കോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മലയാളികൾ വെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസാണ്. അവരെല്ലാം ബാംഗ്ലൂർ പഠിക്കുക, നേഴ്സിംഗ് പഠിക്കുന്നത്, എല്ലാം ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസൊക്കെ കേട്ടോ. അതിനകത്ത് വീട്ടിലുള്ളവർക്ക് കുറച്ച് പേര് ഭയങ്കര സീനാണ്. ഇതിപ്പോൾ എനിക്ക് പോകത്തോടെ ഞാൻ പറഞ്ഞത്. സോ ഇത് ഒരെണ്ണം മാത്രം, ഇതുപോലെ 100 കണക്കിന് മെസ്സേജ് അത് ഞാൻ ചെയ്ത് തീർക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഇന്നൊന്നും തീരത്തില്ല. ഒരുപാട് മെസ്സേജ് അയക്കുന്നവർ ദയവായി നിങ്ങൾ അയക്കുന്ന മെസ്സേജൊക്കെ ഞാൻ കാണുന്നുണ്ട്. പലതും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്രമാത്രം എനിക്ക് ഇൻബോക്സ് വരുന്നതുകൊണ്ടാണ്. ദയവായി ക്ഷമിക്കണം. ഒരുപാട് പേര് ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് തലവെച്ച് കൊടുത്ത് പണി കിട്ടിയ ഒരുപാട് പേര്, അവർ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. ഇന്ന ആളുടെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ചേർന്ന് നടക്കുക. അതിൻ്റെ എന്നിട്ട് അവർ അയക്കുന്നത് എത്രമാത്രമാണ് വോയിസുകൾ, എത്രമാത്രമാണ് അവർക്ക് അതിനകത്ത് പൈസ പോയവർ, അതുപോലെ തന്നെ മറ്റു തരത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇതുപോലെ തന്നെ ഏറ്റവും ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യം പറയട്ടെ, ഇതിനകത്ത് 5000, 6000, 10000 എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ് പറഞ്ഞിട്ട് ഓരോ ദിവസം ചില സ്ഥലങ്ങളിൽ വെച്ച് കാണുകയും അന്ന് അവർ ആണുങ്ങൾ ഈ സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് വിടുകയും ചെയ്യും. ഈ പല പെൺകുട്ടികൾക്കും റിലേഷൻഷിപ്പും മറ്റുള്ള കാര്യങ്ങളും ഫാമിലിയും ഒക്കെ ഉള്ളവരാ. ഇനി ഒരു കാര്യമുണ്ട്, വിവാഹം കഴിക്കാത്ത അടച്ച് കുട്ടികൾ മാത്രമല്ല, കല്യാണം കഴിഞ്ഞ വിവാഹിതരായി ഭർത്താക്കന്മാർ ഗൾഫിലുള്ള സ്ത്രീകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, നല്ല റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ ബെസ്റ്റീസിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏതൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സാധനത്തിനാണ് ഈ ഇത്രയും പ്രൊമോഷൻ കൊടുത്ത് പ്രചണ്ഡമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? നമുക്ക് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നു, നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നതാണ്, നമുക്ക് പറ്റാം, അബദ്ധം പറ്റാം, അത് തിരുത്തി മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാം, നിങ്ങൾക്ക് അറിയാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ യൂട്യൂബിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബർ നിന്ന് കിട്ടുന്നവർ അതിൻ്റെ ഇരട്ടി നിങ്ങൾ ഇങ്ങനെയുള്ള ആപ്പ് പ്രൊമോഷൻ ചെയ്തത്. പിന്നെ രസം എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപയോ അല്ല, 5-6 ലക്ഷം രൂപയ്ക്കാണ് കിട്ടുന്നതാണ് പറയുന്നത്. അതായത് ലക്ഷക്കണക്കിന് രൂപ ചോദിക്കുന്ന പൈസ, അവർക്ക് എത്ര രൂപ വേണോ അത്രയും രൂപ കൊടുക്കാൻ ആ കമ്പനി തയ്യാറായിട്ട് അങ്ങനെയാണ് ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ നടക്കുന്നത്. ആലോചിച്ച് നോക്കണം. എന്തെല്ലാം പരിപാടികളാണ്, ഒരുപാടുണ്ട്. എനിക്ക് ഞാൻ ഈ വോയിസ് അയച്ചവരും മെസ്സേജ് അയച്ചവരും ഞാൻ പറയാം, പ്ലീസ് എനിക്ക് എല്ലായിടത്തും പ്ലേ ചെയ്യാൻ പറ്റില്ല, എങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് അത്രമാത്രം കൂടും. ഇത് തീർന്നിട്ടില്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചാൽ പാരലൽ കൺട്രോൾ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു നിങ്ങളുടെ അവരുടെ ഫോണിൻ്റെ അകത്ത് എങ്ങനെയാണ് അവർ എന്തൊക്കെ തരത്തിൽ ആപ്പുകൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മേഖല അതാണ്. പക്ഷേ നമുക്ക് എന്താ ഇതിനകത്ത് പരിമിതമായ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ കുട്ടികളും കാണും, അതാണ് ഏറ്റവും വികസം. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ ആയിട്ടൊരു പരിപാടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം, നിങ്ങൾ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിൾ ആപ്പ് സ്റ്റോറിലാണെങ്കിലും നമ്മുടെ പ്ലേ സ്റ്റോറിലാണെങ്കിലും പോവുക. അവിടെയാണെങ്കിൽ നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്.
ഫാമിലി ലിങ്ക് എന്നാണ്, ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതുപോലെ കാണിക്കും, കാണുന്നുണ്ടല്ലോ, ഇതുപോലെ കാണിക്കുന്ന ഒരു കൈറ്റ്, നമ്മുടെ പട്ടത്തിന്റെ ഒരു ലോഗോ വെച്ച് വരുന്ന സാധനം. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലും ആ ടാർഗറ്റ്, അതായത് ആ കുട്ടിയുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആ ഒരു കാര്യത്തിന്റെ ബാക്കി സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് നോക്കിയാൽ കിട്ടും. ആ ആപ്ലിക്കേഷൻ 2 ഫോണുകളിലേക്കും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പാരന്റൽ കൺട്രോൾ വഴി നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് മൊത്തം ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് എന്തൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പാരന്റൽ കൺട്രോൾ ആപ്സ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് കിട്ടും. ഇനി ഒരു പടിയും കൂടെ കടന്ന് നിങ്ങൾക്ക് കുട്ടിയുടെ റിയൽ ആക്ടിവിറ്റി, ഇപ്പം ആ കുട്ടിയുടെ എന്താ പറയുക, എന്ത് ചെയ്യുന്നു, ഈവൻ പഠിച്ചുകൊണ്ട് ആ ഫോൺ എന്ത് നോക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മുഖം നിങ്ങൾക്ക് കാണാം, ക്യാമറ വഴി കാണാം. അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്ക്രീൻ അതിനകത്ത് എന്ത് ചെയ്യുന്ന ആക്ടിവിറ്റി നിങ്ങൾക്ക് ഡയറക്റ്റ് ലൈവായിട്ട് ആ ആക്ടിവിറ്റി കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എയർ ഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. എയർ ഡ്രോയിഡ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. എയർ ഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, ഒരു സെക്കൻഡ്, ഞാനത് എയർ ഡ്രോയിഡ് പാരന്റൽ കൺട്രോൾ, യെസ്, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എയർ ഡ്രോയിഡ് പാരന്റൽ കൺട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ എല്ലാം A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുട്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടിയുടെ ഫോണിൻ്റെ അകത്ത് കുട്ടി എത്ര കോൾ വന്നു, ആരെ വിളിച്ചു, അതുപോലെ തന്നെ മെസ്സേജ്, വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ വരുന്നത്, നോട്ടിഫിക്കേഷൻസ്, കുട്ടി അനദർ ആക്ടിവിറ്റീസ് എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഏതൊക്കെ കാണുന്നു, എത്ര സമയം കണ്ടു, മനസ്സിലായോ, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തുള്ള കാര്യങ്ങളടക്കം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, മനസ്സിലായോ. സോ അങ്ങനെ നിങ്ങൾക്ക് കുട്ടിയെ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കുന്ന ഇച്ചിരി പേടാണ് അത്. ഈ എയർ ഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പേടാണ്. അതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ വേറെ ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട എത്ര മാത്രം പാരന്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ്, ഒരു സ്പൈ ആപ്ലിക്കേഷൻ ആണ് ഈ സാധനം. ഈ സാധനത്തിന്റെ ടാർഗറ്റ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കുട്ടിയുടെ ഫോണിലേക്ക്, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് രക്ഷകർത്താവ് ഈ ഒരു സാധനത്തിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം കൺട്രോൾ ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന്റെ ഇൻസ്റ്റാളേഷൻ അതിന്റെ മൊത്തം ടിപ്പ്, അതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് മൊത്തം യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മുടെ കാലം പോകുന്നത് വേറെ വഴിക്കാം. നിരന്തരം കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. അപ്പം ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിനകത്ത് നമുക്ക് പൈസ വേണം, ജീവിക്കാൻ പൈസ വേണം. ഇൻഫ്ലുവൻസേഴ്സിനല്ല, നിങ്ങൾക്കല്ല, എല്ലാവർക്കും കാശ് വേണം, ജീവിക്കാൻ കാശ് വേണം. പക്ഷേ എൻ്റെ അടുത്തൊക്കെ ബെറ്റിംഗ് ആപ്പ്, ഗാംബ്ലിംഗ് ആപ്പ്, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇപ്പോൾ നമ്മളൊരു വീഡിയോ വെച്ചിട്ടാണെങ്കിലോ നമുക്ക് ഒരു കാര്യം ചെയ്തിട്ടാണ് നമുക്ക് അത്യാവശ്യം സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ എനിക്കതുണ്ടാവാം. ഇതിനകത്തൊക്കെ ഒന്ന് കൈ കൊടുത്താൽ എനിക്കിതെല്ലാം സിമ്പിളായിട്ട് എനിക്ക് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാം. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല, സിൻസിയർലി താല്പര്യമില്ല. മറിച്ച് ഈ യൂട്യൂബിൻ്റെ അകത്ത് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് എനിക്ക് അത് മതി, അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഞാൻ റെസ്പോൺസിബിൾ അല്ലേ, നിങ്ങളോട് ഞാൻ കാര്യം പറയുമ്പോൾ റെസ്പോൺസിബിൾ അല്ലേ. ഇപ്പോൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ഈ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് നിങ്ങളുടെ മുഖത്തും ദേഹത്തും ശരീരത്തിലൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വാങ്ങരുത്. ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങരുത്, ദയവായി വാങ്ങരുത്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ സ്കിന്നിൻ്റെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ സാധനം പരീക്ഷണ വസ്തുക്കളായിട്ട് ഉപയോഗിക്കാം. കാരണം നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റാത്ത എഡിബിൾ അല്ലാത്ത ഒരു സാധനം നമ്മൾ കെമിക്കൽസ് എടുത്ത് മുഖത്ത് പുരട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നടത്തി ഡോക്ടർ പറയണം, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നമുക്ക് ഗുരുതരമായ മാരകരോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ പറയുന്ന മെഡിസിൻ നിങ്ങൾ കഴിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ നാളെ മാരകരോഗം വരാതിരിക്കാൻ ഇവർ പറയുന്ന പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇവർക്ക് ലക്ഷങ്ങളാണ് കിട്ടുന്നത്, ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾ ചിന്തിക്കത്തില്ല എങ്ങനെയാണ് പെട്ടെന്ന് ഇവർക്ക് വീട് വയ്ക്കാനും വലിയ വലിയ കാറും ആഡംബര സെറ്റപ്പ് ഒക്കെ പെട്ടെന്ന് നിമിഷം നേരം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആ കിട്ടുന്ന പൈസയാണോ അത്? എങ്ങനെ കഴിയുന്നത് ഇതിന്റെ പൈസ? അപ്പം ഈ വരുമാനം ഇതൊക്കെ ഇങ്ങനെയാണ്. അവരെ കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ വളരെ ഭവ്യതയോടുകൂടി, വളരെ മാന്യതയോടുകൂടി, നല്ല കുട്ടിയാണല്ലോ, നല്ല ആളാണെന്നൊക്കെ പറഞ്ഞ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഉടായ്പ ആപ്ലിക്കേഷൻസ് മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശാണ്. പല ആൾക്കാരും ഇതിനകത്ത് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന വെച്ചാൽ ഒന്ന് യൂട്യൂബ് നല്ല റവന്യൂ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം ഈ നമ്മുടെ എന്താ പറയുക, ഇവർക്ക് ഒരു പ്രൊമോഷൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഒരു സാധാരണ ഇൻഫ്ലുവൻസറിന് വാങ്ങുന്ന ഒരു പ്രൊമോഷൻ വാങ്ങുന്നത് ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം രൂപയാണ്. ഓക്കെ, 50,000 25,000 ചെറിയ ചില ഇൻഫ്ലുവൻസറൊക്കെ 50,000 25,000 22,000 ഇല്ല 50,000. അതിന് മേളിൽ ഒരു പടി കുടിച്ച് നിങ്ങൾ അവരുടെ ശരീരം കാഴ്ചവെക്കുമ്പോഴാണ് മറ്റേ ഇത് തൃപ്തരാകുന്ന ആൾക്കാർ തിരിച്ച് പൈസ കൊടുക്കുക. അതുപോലെ ഇവിടെ കുറച്ച് ആൾക്കാർ പറയുന്ന എല്ലാ വൃത്തികേടുകളും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് തീർന്നില്ല. പലരും പറഞ്ഞ് ഇതിനകത്ത് വീഡിയോ ചാറ്റ് മറ്റത് മറിച്ച് ഒന്നും പറ്റത്തില്ല. പക്ഷേ ഈ സാധനത്തിന്റെ മുഴുവൻ റൂട്ടും അതും കടന്ന് ടെലഗ്രാം ID മറ്റത് മറിച്ച് മറ്റേ വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് വഴി ഒക്കെ സംസാരിച്ച് എടുത്ത് ഡയറക്റ്റായിട്ട് ഇവർ കാണുകയും അങ്ങനെ കണ്ടുമുട്ടുകയും മറ്റു പല കാര്യങ്ങളും നടക്കുകയും അടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതൊരു കോൺട്രവേഴ്സ്യലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അതെല്ലാം പുറത്തുവിടാം, ഒരു സംശയം വേണ്ട. ഒരുപാടുണ്ട്, പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത്രയും പാനിക്കാക്കാൻ താല്പര്യം മാത്രം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം രക്ഷകർത്താക്കൾ കുട്ടികൾ ഇപ്പം ബാംഗ്ലൂരായിരിക്കാം, കൊച്ചിയിലായിരിക്കാം, തിരുവനന്തപുരത്തായിരിക്കാം, വിദേശ രാജ്യങ്ങളിലായിരിക്കും, മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കും. അവർക്ക് സ്വാഭാവികമായിട്ടും ഡെയിലി ലിവിങ്ങിനും ഹോസ്റ്റൽ ഫീസിനും എഡ്യൂക്കേഷൻ പർപ്പസിനും ഒക്കെ ഭയങ്കര പൈസ ആവശ്യമുണ്ട്. വീട്ടുകാർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അവരോട് ചോദിച്ച് ഒരു വിഷമം തോന്നുമ്പോൾ എന്തുകൊണ്ട് മറ്റവൻ കുറച്ച് നേരം മറ്റേ ടോക്ക് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് കുറേ നേരം സംസാരിച്ചാൽ എന്താ പ്രശ്നം, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. ആദ്യം ഇതിലൊരു തുടക്കമായി കേട്ട് സംസാരിച്ചൊരു കുറച്ച് അതൊക്കെ ആകുമ്പോഴേക്കും ഒരു 10,000-2,000 രൂപ ചിലപ്പോൾ കിട്ടും. അപ്പോൾ കൊള്ളാനുള്ള പരിപാടി. പിന്നെ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്കൊന്ന് കാണിക്കാം എന്ന് തോന്നും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ വിചാരിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഡെയിലി 10,000 20,000 രൂപ കിട്ടും. ആലോചിച്ച് നോക്കാം, ഒരുപാടുണ്ട്, കാണിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കാണിച്ച് എനിക്ക് സ്ട്രൈക്ക് കിട്ടും, മീൻസ് എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടും. അമ്മാതിരി സാധനങ്ങളൊക്കെയാണ് നടക്കുന്നത്. നോട്ട് ഓൺലി ദിസ് ആപ്പ്, ഈ ഒരു ആപ്പ് മാത്രം പ്രശ്നമൊന്നുമല്ല, മറ്റുള്ള ഈ ആപ്പുകളൊക്കെ പരസ്യമായിട്ടാണ് വരുന്നത്. വേണമെന്നുള്ളവർ പോകും, വേണ്ടാത്തൊരു കാണത്തില്ല. പക്ഷേ ഇവരിവിടെ പറഞ്ഞു വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണമെന്ന് ചോദിക്കും. അത് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള ഫ്രണ്ട്സ് ഒന്നും പോരാഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാത്ത ഫ്രണ്ട്സ് വേറെ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ ആളുകൾ പൈസ മുടക്കി ഉള്ള ഫ്രണ്ട്സിനെ കാണണം. പൈസ മുടക്കിയുള്ള ഫ്രണ്ട്സിനെ കാണാൻ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് പറയേണ്ടത്? പക്ക അടത്ത ആപ്പാണ്, ഈ ആപ്പിൻ്റെ അകത്ത് വേറെ പരിപാടികളാണ്, താല്പര്യമുള്ളവർക്ക് പോകാം. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? ഒരു പറയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഒത്തിരി ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് എല്ലാത്തിനും നന്ദി. എനിക്ക് ഒത്തിരി ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ ടാർഗറ്റ് ചെയ്തോ, ഇവരെ ഭയങ്കര മോശക്കാരാക്കി
ഇല്ല, ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്ത വീഡിയോക്കകത്ത് മറ്റ് യൂട്യൂബേഴ്സ് കുറേ അധികം ചെയ്ത ആൾക്കാരുടെ വീഡിയോ ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. റെസ്പോൺസിബിൾ ആയിട്ട് അവരൊന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞു, ഒരു ലേഡി അവരത് ഉപയോഗിച്ചിട്ടുള്ളവരാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ താഴെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സ് വെച്ചേക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേര്. സോ നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായിട്ട് നോക്കുക. കാലം മാറി. ഇന്ന് പല സ്ഥലങ്ങളിലും പ്രണയവും മറ്റുള്ള കാര്യങ്ങളാണ്. ഭർത്താവും ഭാര്യയും കൂടെ വിളിച്ചു ഒരു പെൺകുട്ടിയെ, ഭർത്താവും ഭാര്യയും കൂടെ വിളിച്ചു. ഭർത്താവും ഭാര്യയും കൂടെ ഒരുമിച്ച് ഈ പറയുന്ന ആപ്പിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വേണം, അതിന് ഒരാളെ വേണം, റെഡിയാണോ എന്നാണ്, പൈസയൊക്കെ തരാം, റെഡിയാണ്. മനസ്സിലായോ? ഗ്രൂപ്പായിട്ട് അതിന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ അത് കേട്ടപ്പോൾ തന്നെ കണ്ട വഴി ഓടിയിട്ടുണ്ട്. മനസ്സിലായില്ല? ഇതുപോലെയാണ് മറ്റൊരു തരത്തിൽ ഇതിനകത്തൊരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ മാഫിയ മനസ്സിലാക്കണമല്ലോ. അങ്ങനെ ആൾക്കാർ ഇതിനകത്ത് ഇച്ചിരി ഇതായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ചാക്കിട്ട് പിടിച്ചിട്ട് മറ്റേ പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കും. വൈഡായിട്ട് കാഴ്ചവെപ്പ് പരിപാടി. ഞാനത് എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ താങ്ങത്തില്ല. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതാകുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെ പണി ഞാൻ ഏറ്റവും വാങ്ങേണ്ടി വരും. അത് വരട്ടെ, നമ്മൾ എന്തായാലും അതിന് കാത്തിരിക്കുക. ഇതാ എനിക്ക് 2 കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവർ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ അകത്ത് അവർക്ക് നല്ല രീതിയിൽ ആൺകുട്ടികളാണ്, അവർക്ക് ചിലപ്പോൾ പ്രണയം ഉണ്ടാകും. ഓക്കെ, അടുത്തതായിട്ട് കാണിക്കുന്നത് ആ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സാണ്. സോ കല്യാണി മീൻ കറി വെക്കുന്നത് ഇത് നോക്കിയിട്ടാണ് മീൻസ് കറി വെക്കുന്നത് തന്നെ. ഫ്രണ്ട് ആപ്പിലെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. ഉള്ള ഫ്രണ്ട്സിനെ തന്നെ വിളിക്കാൻ സമയമില്ല. മൈവേ കല്യാണിയുടെ ഭർത്താവ് പോലീസ് വകുപ്പിലാണ്. മൈവേ കല്യാണി വീട്ടിൽ കറി വെക്കുന്നത് വരെ ഫ്രണ്ട് ആപ്പിലെ ഫ്രണ്ട്. മൈ വേ ബൈ കല്യാണിനെ കുറിച്ചാണ് കൂടുതലായിട്ട് വിമർശനമായിട്ട് എത്തിയിട്ടുള്ളത്. ഇവരുടെ എല്ലാം തന്നെ വീഡിയോസിന് നല്ല വ്യൂസ് കിട്ടുന്നത് ആണ്. പിന്നെ ആർത്തി മൂത്തി ഇങ്ങനെ കാശ് മറ്റുള്ളവരെ പറ്റിക്കുന്നു. പ്രൊമോട്ട് ചെയ്യുന്നവരെ കംപ്ലൈൻറ്റ് ചെയ്യണം, ക്യാഷിനോടുള്ള ആർത്തി അല്ലാതെ. ഓക്കെ, കല്യാണിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വിമർശനമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അർച്ചന ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചുമുണ്ട്. പിന്നെ ഫുൾ പെയ്ഡ് പ്രൊമോഷൻ ആയപ്പോൾ വീഡിയോ കാണൽ നിർത്തി. അർച്ചന ദേവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് അവളുടെ ചാനൽ പോയി പറയാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് റീപ്ലൈ ആയിട്ട് അങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ വിചാരിക്കും പാവങ്ങളാന്ന് വിചാരിക്കും, നമ്മളെന്ത് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവരൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ബബിത എന്നൊക്കെ പറയുന്ന ഒരാൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ എല്ലാവരും. അതും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. കല്യാണിനെയാണ് പറയുന്നത്. കല്യാണി പ്രൊമോട്ട് ദ ആപ്പ് സെയിങ് ഷീ ഗോട്ട് എ റെസിപ്പി വീഡിയോ ഫ്രം എ ന്യൂ ഫ്രണ്ട് ഷീ മെയ്ഡ് ഫ്രം ദ ആപ്പ്. ഇതൊക്കെ വെറുതെ പറയുന്നില്ലേ, അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും സ്ക്രിപ്റ്റ് വേണ്ടേ? സോ അവരുടെ ഇതാണ്, അവരുടെ പാഷൻ കുക്കിംഗ് ആണ്. സോ അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റിൻ വന്ന് കരഞ്ഞോണ്ട് വീഡിയോ ഇടാൻ ചാൻസ് ഉണ്ട്. എത്ര കരഞ്ഞു മെഴുകിയാലും കാര്യമില്ല. റവീന അഡ്വക്കേറ്റ്, കല്യാണി ഹസ് MVD, ബബിത റെയിൽവേ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി. ഈ വെളിവില്ലാത്തവരുടെ ചാനൽ സബ് ചെയ്യുന്നവരെ സമ്മതിക്കണം. ഇവരെ ഒക്കെ കൊണ്ട് എന്ത് ഇൻഫ്ലുവൻസ് ആണോ ഉണ്ടാകുന്നത്? ഒരു ഇൻഫ്ലുവൻസും ഇല്ല. അതുകൊണ്ടാണ് അവരുടെ പിക്ക് വരാഞ്ഞത്. രവീന അഡ്വക്കേറ്റ് ആണോ, എന്നിട്ട് പുള്ളിക്കാരി ആ പ്രൊഫഷണലിൽ ജോബ് ചെയ്യുന്നില്ല. ഇതിലധികവും ജാസ്മിൻ, കല്യാണി, രവീന അവരൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ള. അർച്ചന, അങ്ങനെ കുറേ ആളുകൾ എന്നുവെച്ചാൽ അവരുടെ പ്രിയപ്പെട്ട വീഡിയോസ്, അവർ കാണുന്ന വീഡിയോസ് അവരെ ആയിരിക്കും അവരൊന്ന് ഇതാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 500-ൽ കൂടുതലധികം ആളുകൾ ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ അവരുടെ ഫാൻസ് മീൻസ് അവരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകൾ ഇതിൽ കണ്ട്, സോ അവർക്ക് മീൻസ് അവരത്രയും ഇതായിട്ടാണ്, അവർക്ക് ഫീലിങ്സ് വന്നിട്ടാണ് അവർ കമൻ്റ് ഇടുന്നത്. കാരണം ഇത്രയും വിചാരിച്ചില്ല. തനി മലയാളീനെ കുറിച്ചൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതാണ് കമൻറ്റ്. ഞാൻ മൊത്തം വായിക്കാൻ നിന്നാൽ വീഡിയോ നല്ല രീതിയിൽ ലോങ് ആയി പോവും. പിന്നെ എനിക്ക് പറയാനുള്ളതും പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്തായാലും എൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം. എനിക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് ആപ്പിൽ നിന്നും. ഓക്കെ, ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഈ പ്രോബ്ലം നടക്കുന്ന ടൈമിൽ തന്നെ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ കോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ
എന്ന് വെച്ചാൽ നമ്മൾ ഗേൾസിന് ബോയ്സ് മാത്രമേ കിട്ടുള്ളൂ, അത് മസ്റ്റാണ്. കാരണം ഞാൻ ഒരു 3 കോളും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് ബോയ്സിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കധികം മലയാളീസിനെയാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ മലയാളീസിന് തന്നെയാണ് കിട്ടുക. നമുക്ക് ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ എനിക്ക് ആദ്യം കിട്ടിയത് ഒരു പേഴ്സൺ, എന്താണ് പേര് അവർ വേറെയാണ്, ഫേക്ക് നെയിമാണ് ഇട്ടത്. സോ ഏകദേശം ഒരു 25 വയസ്സിന് പ്രായമുള്ള ഒരാളാണ്. സോ ഒരാളല്ല, 2 പേരാണ് എന്നോട് സംസാരിച്ചത്. ഓക്കെ, ഇവർ എന്താണ് ഗ്യാങ് ആയിട്ട് നിന്നിട്ടാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവർ ഏകദേശം എനിക്ക് തോന്നുന്നു കോട്ടയം, കൊല്ലം, എറണാകുളമായിരുന്നു. ഓക്കെ, എനിക്ക് കണക്ട് ചെയ്തത്. സോ എറണാകുളത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ സംഭവം എന്നൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരും ഫസ്റ്റ് ട്രൈ ചെയ്യുകയാണ്. സോ ഇതെന്താ നോക്കാൻ വേണ്ടിയിട്ടാണ് കോൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല അത് സത്യമാണോ കള്ളാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുന്ന ടൈം തന്നെ ഇവർ കണക്റ്റ് ആകുമ്പോൾ ബാഡ് പീപ്പിൾ ഇൻസ്റ്റൻറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഒരു റെഡ് ലൈനിൽ കാണിക്കും. പിന്നെ അതുകൂടാണ് നമുക്കൊരു ബോക്സ് ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു ബോക്സിലിങ്ങനെ മലയാളത്തിലിങ്ങനെ എഴുതി കാണിച്ചു തരും. എന്നുവെച്ചാൽ സംസാരിക്കാനുള്ള ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാവുക. അത് ഒരു ബാഡായിട്ടുള്ള രീതിയിലുള്ള ടോപ്പിക്സാണ് കാണുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നോട് ചോദിക്കുന്നത് നീ എന്താ പഠിച്ചതെന്നൊക്കെ ചോദിച്ചു. സോ എന്താ വർക്ക് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു ഇതിലേക്ക് ടോക്കിലൊക്കെ പോയി നല്ല രീതിയിലാണ് സംസാരിച്ചത്. കാരണം അവരും എന്നെപ്പോലെ വന്നതാണെന്നാണ് പറഞ്ഞത്. സോ പിന്നെ അവർക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ പറഞ്ഞത് വെറുതെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം അത് എക്സിറ്റ് അടിച്ചിട്ട് പിന്നെയും കോൾ ചെയ്ത ടൈമിൽ എനിക്ക് കണക്റ്റ് ആയത് ഒരു കോട്ടയുള്ളൊരു പേഴ്സണാണ്. സോ ആ പേഴ്സൺ എന്ന് വെച്ചാൽ കുറച്ച് ബാഡായിട്ടാണ് സംസാരിച്ചത്. സോ അവർ സംസാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അവർക്ക് വാൽമാക്രി എന്ന് പറഞ്ഞായിരുന്നു പ്രൊഫൈൽ നെയിം കൊടുത്തത്. സോ ഞാൻ ചോദിച്ചു ഇതാരാ നിങ്ങളുടെ പേര് വാൽമാക്രി എന്നാണോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു അല്ല തുമ്പിക്കൈന്ന് മീൻസ് ഒന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ബാഡായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അവർ സോറിയും പറഞ്ഞു, ഇൻസ്റ്റൻ്റായിട്ട് സോറി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതെന്താണെന്ന് വെച്ചാൽ മൂഡാവാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എല്ലാവരെയും അല്ല, നമുക്ക് ഒരു താല്പര്യമുള്ള ആളോട് മൂഡായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് റിയാക്ഷൻ ചാനലുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണ്, എന്നെ നിങ്ങളുടെ വോയിസ് ഇട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നീ എന്തൊരു പെണ്ണാടി എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് പിന്നെ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഫുള്ളും മറ്റേ ടോക്കാണ്, അതുകൊണ്ട് വേറെ വലിയ ഇതൊന്നും അല്ല ഇതിൽ നടക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് ഗേൾസിന് പൈസ കിട്ടും എന്നുള്ള ഇതിൽ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ കോളൊക്കെ ചെയ്തത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്നിട്ട് എന്തുകൊണ്ട് ഇതിലത് കാണിച്ചില്ല എന്ന്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ മീൻസ് എല്ലാം എഡിറ്റും ചെയ്ത് വച്ചിരുന്നു. പെട്ടെന്ന് എനിക്ക് എന്തോ രീതിയിൽ ഞാൻ എന്തോ ഒന്ന് ക്ലിയർ ചെയ്തപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. സോ ആ സമയത്ത് വീണ്ടും ഞാനിനി ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു അത് കാണിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അവരുടെ വോയിസ് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡൊക്കെ ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് പറഞ്ഞാലും അവർക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം എക്സിറ്റ് അടിച്ച് പിന്നെ ഒരു കോൾ ചെയ്തു. അപ്പോൾ ഹലോ ഞാൻ ചോദിച്ചു ഞാൻ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ കട്ടാക്കിയിട്ട് പോയി. അവൻ്റെ സംസാരം വേറെ രീതിയിലായിരുന്നു. സോ വീണ്ടും എനിക്കൊരു കോള് കിട്ടി. സോ ആ കോളിലാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയത്. സോ അയാൾ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അയാൾ എന്നോട് പറഞ്ഞു ഇതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും ആപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ്വലായിട്ട് ടോക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാം, അല്ലെങ്കിൽ മറ്റേ രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. സോ ഞാൻ ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ട് ടൈം പാസ് ആണെന്നാണ് പറഞ്ഞത്.
സോ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലേ, ഇതൊക്കെ മീൻസ് എന്താണ് ലീക്കാവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ റെക്കോർഡ് ഓപ്ഷനൊന്നുമില്ല. സോ സ്ക്രീൻ റെക്കോർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്താലും വോയിസ് റെക്കോർഡ് ആവില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് പറയാൻ പോയില്ല. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് വേഗം അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. പിന്നെയുള്ളതെന്ന് വെച്ചാൽ കുറേ റൂംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഓരോ ലാംഗ്വേജസിലുണ്ട്. ഇപ്പം നമുക്ക് ഒരേ ടൈമിൽ തന്നെ ഒരു 2-3 ആളോടൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. എന്നുവെച്ചാൽ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കും വേണം റൂം ക്രിയേറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ആളുകളെ ടീച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മീൻസ് ഇങ്ങനെ നോളജ് കിട്ടാനൊക്കെ വരുന്നത്? എനിക്ക് തോന്നുന്നില്ല. അതിന് വേണമെങ്കിൽ എത്രയൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്രണ്ട് ആപ്പിലേക്ക് വരുമോ ആരെങ്കിലും? അപ്പോൾ അങ്ങനത്തെ ഞാൻ ഇപ്പോൾ ഒരു റൂമിൽ എൻ്റർ ആയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഗേളും 2 ബോയും കൂടി സംസാരിക്കുന്നതാണ് കണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് വേറെ എന്തൊക്കെയാണ് അവരുടെ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്, ഒരു കോഡ് ഭാഷയിലൊക്കെ. അപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് അടിച്ചു. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ആയതൊക്കെ അവർക്ക് കാണാൻ പറ്റും. പിന്നെയുള്ള ബാക്കിയൊക്കെ ഹിന്ദി ചാനലായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയില്ല. പിന്നെ അപ്പോൾ തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, സോ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ആപ്പല്ല, ബാഡായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ പലരും പൈസ ഏൺ ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്, എക്സ്പെഷ്യലി ഗേൾസ്. ഓക്കെ, സോ ഇതിൻ്റെ നല്ല രീതിയിൽ എമൗണ്ട് ഈ ആപ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ബോയ്സിൻ്റെ പൈസയാണ് ഇവിടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കോളിന് 19 രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്തത്. ഈ കോള് കഴിഞ്ഞ ഉടനെ നമ്മളിത് അൺഇൻസ്റ്റാൾ ആക്കും. ആ ഫസ്റ്റ് ടോക്ക് ചെയ്ത പീപ്പിൾ എന്നോട് അങ്ങനെയാണെന്ന് പറഞ്ഞത്. 2 ബോയ്സ് സംസാരിച്ചില്ലേ. അപ്പോൾ 19 രൂപയാണ് ഒരു കോളിന് നമ്മൾ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കോളിന് അങ്ങനെ ആകുമ്പോൾ എത്ര കോളിന് അങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം എന്താണ് ഗേൾസിനും ഇത് മോശം തന്നെയാണ്, ബോയ്സിനും മോശം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹണി ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഗേൾസ് ഗ്യാങ് ആയിട്ട് ഇപ്പം നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. സോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഇതൊക്കെ വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഓക്കെ ഇതൊക്കെ പോട്ടെ, നിങ്ങളെ വാട്സപ്പിലേക്ക് കൊണ്ടുവന്ന് വീഡിയോ കോൾ എന്തൊക്കെ മീൻസ് അങ്ങനത്തെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഫ്രണ്ട് ആപ്പിൽ തന്നെ വീഡിയോ കോൾ ഉണ്ട്. നമ്മൾ ഈ ഓഡിയോ കോൾ ചെയ്യുമ്പം തന്നെ എന്താണ് അവിടെ സൈഡിലായിട്ട് വീഡിയോ കോളിൻ്റെ ഓരോ ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്താണ് ആക്ഷനൊക്കെ ഉണ്ട് അവിടെ. സോ എന്ന് വെച്ചാൽ സ്വിച്ച് ടു വീഡിയോ കോൾ എന്നൊക്കെ നമുക്ക് കാണിക്കും. സോ വെച്ചാൽ നമ്മുടെ ഒരു പ്രേരിപ്പിക്കുന്ന രീതിയാണ്. സോ വീഡിയോ കോളിലാണ് നമുക്ക് കൂടുതൽ പൈസ കിട്ടുക. ഓഡിയോ കോൾ ആകുമ്പോൾ അതിനെക്കാട്ടിയും കുറച്ച് പൈസയായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് പലതും മീൻസ് ഇപ്പോൾ വീഡിയോ കോൾ വേണമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. എന്നിട്ട് അവർക്ക് ഇപ്പം എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം, അവർക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാം. എസ്പെഷ്യലി ഇത് ബോയ്സിനും ഗേൾസിനും നല്ലതല്ല. സോ എന്ന് വെച്ചാൽ ബോയ്സ് ആയാലും ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഒരു കോളിന് 19 രൂപയൊക്കെയാണ് പേ ചെയ്യേണ്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു കോൾ ഇപ്പോൾ ഒരു ദിവസം ഒരു 3 കോൾ 4 കോളൊക്കെ ചെയ്യണമെങ്കിൽ എത്ര പൈസ പോകും നമ്മൾ? ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൈസ പോവും. അതേപോലെ തന്നെ നാണം കെടുന്ന കേസാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് ഗേൾസൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ പെടും. അതേപോലെ തന്നെ ഗേൾസിനോടും അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ബോയ്സ് ഗ്യാങ് ആയിട്ടൊക്കെ നിങ്ങളോട് സംസാരിച്ച് വേണമെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾ പോവും. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ചിലപ്പം പോവേണ്ടി വരും. സോ അങ്ങനത്തെ ഗതികെട്ട അവസ്ഥയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. മാക്സിമം ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഡിലീറ്റ് ആക്കുക, എന്ന് വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് തന്നെയാണ് നല്ല ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ തനി മലയാളി എന്ന് പറഞ്ഞ ചാനലിൽ അവർ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓക്കെയാണ്, എക്സ്പ്ലനേഷൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. പക്ഷേ എനിക്കൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കിത് ആദ്യമേ അറിയാം, ഡേറ്റിംഗ് ആപ്പ് അറിയാമെങ്കിൽ എന്തിനും പ്രൊമോഷൻ ചെയ്തു. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ആക്കില്ല? 4 പ്രൊമോഷൻ നിങ്ങൾ ചെയ്തു, എന്തുകൊണ്ട് നിങ്ങളത് ഡിലീറ്റ് ആക്കിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ മറന്നുപോയി?
റിലേറ്റഡായിട്ട് കുറച്ചധികം കമൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. അതൊന്ന് അഡ്രസ് ചെയ്യണമെന്ന് തോന്നി. വളരെയധികം മോശമായ ഭാഷയിൽ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്ത ആൾക്കാർക്കുള്ള ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള റിയാക്ഷനോ ആയിട്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ തൊട്ട് വളരെയധികം കൺസേണിംഗ് ആയി എനിക്ക് വന്ന ഒരുപാട് മെസ്സേജസും കോമൻസും ഉണ്ടായിരുന്നു. അതിലെല്ലാം അവർക്ക് എന്നോടുള്ള ട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന പ്രൊഫഷനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ബ്രാൻഡ് പ്രൊമോഷൻ. മുന്നേ നമ്മൾ ടിവിയിലും ചാനലിലും കണ്ടിരുന്ന ഒരുപാട് പ്രൊമോഷൻസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബിലോട്ട് വന്നിട്ടുണ്ട്. ബ്രാൻഡ് അവരുടെ പേരും പ്രൊഡക്റ്റും ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്ട്രക്ചർ ഉള്ള ഒരു ജോലി അല്ലാത്തത് കാരണം ഓരോ ക്രിയേറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള രീതികളായിരിക്കും ബ്രാൻഡ് പ്രൊമോഷൻസിന് ഉണ്ടായിരിക്കുക, അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാനിവിടെ എൻ്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഒരു ബ്രാൻഡിനായിട്ട് ഒരു കൊളാബറേഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിനായിട്ട് ഒരു കോൾ വെക്കുക എന്നുള്ളതാണ്. ആ ഒരു കോളിൽ ബ്രാൻഡിന് ഒരു എംപ്ലോയി വന്ന് അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അതിനുശേഷവും നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന് വേണ്ടി നമ്മൾ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്ക്രിപ്റ്റ് നമുക്കും ബ്രാൻഡിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിന് ഒരു കോൾ ഉണ്ടായിരുന്നു. അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിംഗ് കം ഒരു ഡേറ്റിംഗ് ആപ്പാണുള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിംഗും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡി ആവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫീച്ചേഴ്സും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും എനിക്ക് ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഫീൽ ചെയ്തില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗേൻസ്റ്റ് വലിയ എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പിൽ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു Airbnb നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആൾ ആ Airbnb ഉപയോഗിക്കുന്നത് അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അത് നോക്കിക്കണ്ടത്. അതിനുശേഷം നമ്മൾ ഈ 4ാമത്തെ പ്രൊമോഷൻ വീഡിയോ ലൈവ് പോയതിനു ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ 2 പേര് എനിക്ക് യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു. അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു. അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് മെസ്സേജ് അയച്ച ഈ 2 ആൾക്കാരായിട്ടും എന്തുകൊണ്ട് മുന്നത്തെ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതിനുശേഷം ഇന്നലെ ഇന്നുമായി നമ്മുടെ കമന്റ് സെക്ഷനിൽ നടക്കുന്ന ഡിസ്കഷനിൽ കുറേ ആൾക്കാർക്ക് ഈ ഒരു ആപ്പിന്റെ പല ഫീച്ചേഴ്സും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ആപ്പിന്റെ ആക്സെപ്റ്റൻസും കൂടെ കമന്റ് സെക്ഷൻ ഡിസ്കഷൻസ് ക്ലിയർ ആയിരുന്നു. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എപ്പോഴും ഞാൻ അംഗീകരിക്കും റെസ്പെക്ട് ചെയ്യും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പെർസ്പെക്റ്റീവ് വേണമെന്നില്ല. എല്ലാ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഞാൻ 100% മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. അതിന്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത 4 കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യാണ്. അതിന്റെ ഒപ്പം തന്നെ ഫർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ഇല്ല എന്നുള്ളതും കൂടെ എന്നോട് പറയുന്നു. തനിമലയാളി എന്ന് പറയുന്നത് ഒരു NRI കപ്പിൾ വ്ലോഗ് ചാനലാണ്. ചില ചാനലുകൾ വിമർശിക്കുന്നത് കണ്ടു. തനിമലയാളി ഒരിക്കലും ഒരു കപ്പിൾ വ്ലോഗ് ചെയ്യുന്ന ഒരു ചാനലല്ല, ഒരു ഫാമിലി വ്ലോഗിംഗ് ചെയ്യുന്ന ഒരു ചാനലല്ല. ഇതൊരു സിംഗിൾ പേഴ്സൺ ഓൺ ചാനലാണ്. ഇതിൽ വരുന്ന എൻ്റെ ഹസ്ബൻഡോ എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ഫാമിലിയോ എൻ്റെ റിലേറ്റീവ്സോ എല്ലാവരും ഇവിടെ ഗസ്റ്റാണ്. ഇവിടെ ചെയ്യുന്ന വീഡിയോസിനും ഇവിടെ ചെയ്യുന്ന കൊളാബറേഷൻസിനും 100% റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഓണർഷിപ്പ് ഞാൻ മാത്രമാണ്. അതൊന്നും എനിക്ക് പറയാൻ തോന്നി. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ വളരെയധികം പ്രാധാന്യത്തോടു കൂടെ കമന്റ് സെക്ഷനിലും അതേപോലെ ചില ചാനലുകളും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഒന്ന് മെൻഷൻ ചെയ്യാൻ വിചാരിച്ചു. വലിയ ഭീമമായ തുകകൾ വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ടായി. അതിൽ പറയുന്നത് 4-5-6 ലക്ഷം രൂപയുടെ കണക്കൊക്കെയാണ്. ഈ 5 ലക്ഷം രൂപയുടെ 4-1 പകുതി പോലും ഞാൻ ആപ്പ് പ്രൊമോഷൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടില്ല. ആക്ച്വലി അതിവിടെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. 4 രൂപ 40,000 40 രൂപ 40 ലക്ഷം എന്നുള്ളത് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു എലിഗേഷൻ ആണ് നേരെ വന്നിട്ടുള്ളത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾസോ ലേണിംഗ് കർവ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ 9 കൊല്ലമായി ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് പറയുന്നതായിരിക്കും എനിക്ക് കുറച്ച് പൈസ കിട്ടട്ടെ, എൻ്റെ ചുറ്റുള്ളവർക്ക് വരുന്ന ഉപദ്രവങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ എനിക്ക് പറയാനേ പറ്റുള്ളൂ, കാരണം എൻ്റെ നേരെ എലിഗേഷൻ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പലരും ഇതൊരു ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കാണും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കും ഒക്കെ ചെയ്തേക്കാം. പക്ഷേ ഇത് ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് ഒരു കാലത്തും തെറ്റുകൾ പറ്റില്ല എന്നും അതേപോലെ തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷേ ഒരാൾ എനിക്ക് പറഞ്ഞിട്ടാണെങ്കിൽ അത് അംഗീകരിക്കാൻ തിരുത്താനും ഞാൻ വില്ലിങ്ങാണ്. നന്ദി. സോ ഏകദേശം ഇത് ഭയങ്കരമായിട്ട് ലോങ് ആയിട്ടുണ്ട് ഈ വീഡിയോ. സോ ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രയും ലോങ് ആവുന്നു. അപ്പോൾ ഓക്കെ, എന്നാലും എനിക്ക് ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു. സോ അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. എന്തായാലും നിങ്ങളിത് കാണാം. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഇത് യൂസ് ചെയ്യരുതെന്ന്. സോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ പേരൻസ് ആയാലും ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ കുട്ടികളെ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, യൂട്യൂബ് വീഡിയോസ് മാക്സിമം കാണാണ്ട് നിൽക്കാൻ പറയാം. ഓക്കെ, എന്നുവെച്ചാൽ ആവശ്യമുള്ള വീഡിയോസൊക്കെ കാണാം. ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഈ കുക്കിങ്ങിൻ്റെയും അങ്ങനത്തെ ഒന്നും കണ്ടിട്ടൊരു കാര്യമില്ല. കാരണം അവർ അതിൻ്റെ ഇടയിലൊക്കെ പ്രൊമോഷനും കൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.